മൂന്നാം ക്ലാസ്സിലെ പാർട്ട് 2 ഫിഖ്ഹ് ഒന്നാമത്തെ പാഠം പരീക്ഷയ്ക്ക് വരുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദർസുൽ അവ്വലു പാഠം 1 അല്ലാഹുമ്മ തുഹിർ ഖൽബി. അല്ലാഹുമ്മ അല്ലാഹുവേ തുഹിർ ഖൽബി എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചു തരണമേ. ഇതാണ് ആ പാഠത്തിൻ്റെ അർത്ഥം. ഇതിൽ കാര്യമായി പഠിക്കാനുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സ്വഹാബികളും ഒരു തോട്ടത്തിലൂടെ പോകുന്ന ഒരു സമയത്ത് 2 ഖബറുകളെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഖബറുകളിലുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നു. അതിൽ 2 വിഭാഗം ആളുകളുണ്ട്. അതിനെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ആ 2 വിഭാഗം ആളുകൾ ആരാണ്? ചോദ്യം വന്നാൽ നമ്മൾ എഴുതേണ്ടത് 1. മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാത്ത ആൾ. 2. നമീമത്തുമായി കഴിഞ്ഞുകൂടുന്ന ആൾ. അപ്പോൾ ഈ 2 വിഭാഗം ആളുകൾ, മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാത്തവർ, നമീമത്ത് പറയുന്നവർ, ഇവർക്ക് ഖബറുകളിൽ ശിക്ഷയുണ്ട് എന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളിൽ പല രൂപത്തിൽ വരും. ഖബറുകളിൽ ശിക്ഷ അനുഭവിച്ച 2 പേർ ആര്? ഫിഖ്ഹിലെ ചോദ്യപേപ്പറിൽ ഇങ്ങനെ ഒന്ന് വന്നാൽ നമ്മൾ എഴുതേണ്ടത് 1. മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാത്തവർ, നമീമത്ത് പറയുന്നവർ. ഇത് നമ്മൾ മനഃപ്പാഠമാക്കി വെക്കണം. അതുപോലെ വിസർജനം കഴിഞ്ഞാൽ ശരിയായി ശുദ്ധീകരിക്കണം, അദബുകൾ പാലിക്കണം, പാൻസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പേര്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരെന്താ എന്ന് ചിലർക്ക് ഒരു ചോദ്യം ഉണ്ടാവും. അസ്മാഉൽ ഹുസ്നയിലെ 99 പേരും അള്ളാഹുവിൻ്റെ പേരാണ്. യാ അള്ളാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, അങ്ങനെ തുടങ്ങി സബൂർ വരെ ഉള്ള 99 പേരുകളും അള്ളാഹുവിൻ്റെ പേരാണ്. അതുപോലെ ഖുർആന് പോലുള്ള എഴുതപ്പെട്ട പുസ്തകങ്ങളോ കടലാസുകളോ ഒന്നും ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, മദ്രസ വിട്ടു, നിങ്ങളുടെ കയ്യിൽ മദ്രസയിലെ ബാഗുണ്ട്, അതിൽ മദ്രസയിലെ പുസ്തകം ഉണ്ടാകും, മുസ്ഹഫ് ഉണ്ടാകും. മൂത്രമൊഴിക്കാൻ മുട്ടി, ആ സമയത്ത് നമ്മൾ ആ ബാഗും ധരിച്ച് ബാത്റൂമിലേക്ക് കയറാൻ പാടില്ല. ബാഗ് ഒരു ഭാഗത്ത് വെച്ച് ബാത്റൂമിൽ കയറണം. ഇങ്ങനെ നമ്മൾ അദബ് പാലിക്കേണ്ടിടത്ത് അദബ് പാലിക്കണം. പിന്നെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ധരിക്കണം. പാദരക്ഷ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ് നമ്മളെ ഭാഷയിൽ ചെരുപ്പ്. പാദരക്ഷ എന്ന് പറഞ്ഞാലും അതിൻ്റെ മറ്റൊരു പര്യായ പദമാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചെരുപ്പ് ധരിക്കുക, തലമറക്കുക, ഇതൊക്കെ അതിൻ്റെ അദബാണ്, സുന്നത്താണ്. അതുപോലെ മറ്റൊരു സുന്നത്താണ് സിക്ർ ചൊല്ലുക എന്നുള്ളത്. കടക്കുന്ന സമയത്ത് ഇടത് കാല് വെച്ച് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന സിക്ർ ചൊല്ലി കടന്ന് അതിൻ്റെ അദബോടുകൂടെ മറ്റു സംസാരങ്ങളില്ലാതെ ബാത്റൂമിൽ കയറി നമ്മൾ വിസർജനം കഴിഞ്ഞതിന് ശേഷം നന്നായി വൃത്തിയാക്കി പിന്നീട് വലത് കാല് വെച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുക. ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലുക എന്ന് കാണുമ്പോൾ ബാത്റൂമിൽ നിന്നല്ല ആ ദിക്ർ ചൊല്ലേണ്ടത്. ബാത്റൂമിൽ നിന്ന് വലത് കാല് വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം ബാത്റൂമിൻ്റെ പുറത്ത് വെച്ച് ദിക്ർ ചൊല്ലണം. ആ ദിക്റാണ് ഗുഫ്റാനകൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അതോടൊപ്പം നമ്മൾ ഈ ശുദ്ധീകരണമൊക്കെ നടത്തി കഴിഞ്ഞല്ലോ, അതിൻ്റെ പേരിൽ ഒരു ദിക്റും കൂടെയുണ്ട്. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഈ ദിക്ർ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. നമ്മൾ ദിനേനെ ബാത്റൂമിൽ പോകുന്നവരാണ്.
അപ്പോൾ ഈ ദിക്ർ നമ്മൾ നിർബന്ധമായും ചൊല്ലണം. അതോടൊപ്പം ഇതിൻ്റെ അർത്ഥവും നമ്മൾ പഠിച്ചു വെക്കണം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. അല്ലാഹുമ്മ, അള്ളാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. പിന്നെ അതിൽ നമ്മൾ പഠിക്കാനുള്ളത് ഗുഫ്റാനകൽ ഹംദു ലില്ലാഹില്ലദി അസ്ഹബ അന്നിയൽ അദാ വ ആഫാനി, ഈ ദിക്റാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവേ, എന്നോട് പൊറുക്കേണമേ, മാലിന്യം നീക്കിത്തന്ന സുഖം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. ഈ അർത്ഥമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നീട് അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്, അള്ളാഹുവെ, കപടവിശ്വാസത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, ദുഷ്പ്രവർത്തികളിൽ നിന്ന് എൻ്റെ ഗുഹ്യത്തെ, ഫർജിനെ കാക്കണമേ. ഈ അർത്ഥവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം നമ്മൾ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് നമ്മൾ ശുദ്ധീകരണ സമയത്ത് ഉപയോഗിക്കേണ്ട കൈ ഇടത്തെ കൈയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വെള്ളമില്ല എങ്കിൽ, ഇന്ന് അൽഹംദുലില്ലാ നമുക്കൊരുപാട് വെള്ളം അള്ളാഹു തന്നിട്ടുണ്ട്. കേരളീയ അന്തരീക്ഷത്തിൽ വെള്ളമില്ല എങ്കിൽ വൃത്തിയാവുന്ന രീതിയിൽ നജസ് വലിച്ചെടുക്കുന്ന കല്ല് ഉപയോഗിക്കേണ്ടി വരും, ടിഷ്യൂ പോലത്തത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ 3 തവണ നിബന്ധന പാലിച്ച് നമ്മൾ ശൗചം ചെയ്യണം. ശൗചം ചെയ്യുക, മനോഹരം ചെയ്യുക, വൃത്തിയാക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ പര്യായ പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതോടൊപ്പം ഇതിൽ നമ്മൾ പുതുതായി പഠിച്ച വേർഡുകൾ, അതാണ് നഖ്റഉ വനക്തുബു എന്ന പേരിൽ തദ്രീബാത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്വഹാബികൾ, അദബുകൾ, പിശാചുക്കൾ, പാദരക്ഷ, ഖബറുകൾ, വസ്തുക്കൾ, പ്രവർത്തികൾ, വിസർജനം. അങ്ങനെ നമ്മൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് ഇതിലുള്ള ഓരോ വേർഡുകളും നമ്മുടെ ഒരു നോട്ട് ബുക്കിൽ നമ്മൾ എഴുതി വെച്ചാൽ, ഇപ്പോൾ തദ്രീബാത്തിലൊരു സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ്. സ്വഹാബികൾ നമ്മൾ ഓരോ വരികളിലും നോക്കുക. അതിൽ തോട്ടത്തിലൂടെ പോവുകയായിരുന്നു അപ്പോൾ, ഇതൊക്കെ നമ്മൾ ഓരോ നോട്ട് ബുക്കിൽ ഓരോ പാഠത്തിൻ്റേതും എഴുതി വെച്ചാൽ നമുക്ക് നല്ല ഒരു അവഗാഹമുണ്ടാകും. ഇങ്ങനെ ഓരോന്നെഴുതുക. അപ്പോൾ ചൂണ്ടി, ഖബറുകളിൽ ശിക്ഷ അനുഭവിക്കുന്നു, ഇങ്ങനെ തുടങ്ങി ഓരോ വരികളിലും ഇഷ്ടംപോലെ വേർഡ്സുകളുണ്ട്. ഇതൊക്കെ നമ്മളൊരു നോട്ട് ബുക്കിലൂടെ നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്കും നമ്മുടെ മറ്റു ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ അത് വലിയ ഉപകാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പാഠം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.